ഹായ് സുഹൃത്തുക്കളെ, പലരും എന്നോട് ചോദിക്കാറുള്ള ഒരു കാര്യമാണ് ഞാൻ മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി എങ്ങനെയാണ് ഹെന്ന പായ്ക്ക് തയ്യാറാക്കുന്നത് എന്നുള്ളത്. എൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അതും പ്രകാരമാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. എൻ്റെ മുടിയിലെ ചില ഭാഗങ്ങളൊക്കെ നര വന്നിട്ടുണ്ട്. ഞാൻ ഇതുവരെ ഡൈയിലോട്ട് തിരിഞ്ഞിട്ടില്ല. കാര്യം ഡൈ പല ദോഷഫലങ്ങളും ഉണ്ടെന്നുള്ളത് എനിക്കറിയാം. അത് മാത്രമല്ല, ഒരു തവണ ഡൈ ചെയ്ത് കഴിഞ്ഞ് കൂടുതലായിട്ട് മുടി നരയ്ക്കുന്നതായിട്ടും എനിക്ക് അറിവുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അതിലേക്ക് തിരിഞ്ഞിട്ടില്ല. സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഹെന്നപ്പായ്ക്ക് ഇടുക, അതിനുശേഷം നീലമരി ചെയ്യുക. ഇങ്ങനെയാണ് ചെയ്യാറുള്ളത്. ചിലപ്പോഴേ നീലമരി എടുത്തുള്ളൂ, കാര്യം ഹെന്ന തന്നെ ആയാലും അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് വേണ്ടി ഞാൻ സാധാരണയായിട്ട് ചെയ്യുന്നത് ഒന്നീ പ്ലാസ്റ്റിക്കിന്റെ ഇതുപോലെ ബൗൾ അല്ലെങ്കിൽ ഗ്ലാസിന്റെ ബൗൾ, അതിലാണ് ഞാൻ മിക്സ് ചെയ്യാറുള്ളത്. ഇരുമ്പ് ചിഞ്ചിറ്റിലൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒന്നുകൂടെ കുറച്ചുകൂടെ എഫക്റ്റ് ആണ്. പക്ഷെങ്കിൽ ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറുള്ളത് കേട്ടോ. ഹെന്ന പായ്ക്ക് എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് വേണ്ടത് ഹെന്ന പൗഡർ തന്നെയാണല്ലോ. അപ്പൊ ഞാൻ സാധാരണ ഇതുപോലുള്ള ഹെന്ന പൗഡർ വാങ്ങിക്കാറാണുള്ളത്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാണ് കേട്ടോ. ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ഒരാളുടെ കൈവശത്തുനിന്നുമാണ് ഞാൻ ഹെന്ന പൗഡർ നീലാമരിയും വാങ്ങിക്കാറുള്ളത്. അപ്പൊ ആ പൗഡർ കൊണ്ട് അത് അന്നേരം തന്നെ തലയിൽ അപ്ലൈ ചെയ്യാമെന്നാണ് പറയുന്നത്. എന്നാലും ഞാൻ ഒരു ദിവസം വെച്ചതിന് ശേഷമാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ആദ്യം തന്നെ നിങ്ങൾക്ക് എത്ര മുടിയുണ്ടോ, എത്ര ആവശ്യമാണോ ഹെന്ന പൗഡർ, അതിന്റെ അനുസരിച്ച് ഹെന്ന പൗഡർ എടുക്കുക എന്നുള്ളതാണ്. അത് ഒരളവില്ല, അവരവരുടെ മുടിയുടെ അനുസരിച്ച് നിങ്ങൾ ഹെന്ന പൗഡർ എടുക്കുക. അതിനുശേഷം എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള വാങ്ങിക്കണം കേട്ടോ. പിന്നീട് ഒരു സ്പൂൺ തൈര്, ഇതിനകത്ത് നല്ല കട്ട തൈര് തന്നെയാണ് കേട്ടോ. ആ തൈര് ഇതിലേക്ക് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പം തൈര് ചേർക്കുന്നതുകൊണ്ട് മുടിക്ക് ഒരു സിൽക്കി ആയിട്ട് ഇരിക്കുകയും ചെയ്യും കേട്ടോ. പിന്നെ ഒരു അരമുറി നാരങ്ങാനീരുണ്ട്. അപ്പം നാരങ്ങാനീര് പലരും പറയാറുണ്ട് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് ദോഷം ഇല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷെ നാരങ്ങാനീര് തന്നെ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യുന്ന ദോഷം തന്നെയാണ്, കൂടുതൽ നരയ്ക്കാനൊക്കെ ചാൻസ് ഉണ്ട്. തൈരും ഇതെല്ലാം കൂടെ ആകുമ്പോൾ അതിന് കുഴപ്പമില്ല. അതിനുശേഷം കട്ടൻ ചായ നല്ല കടുപ്പത്തിൽ അനത്തി എടുത്തതാണ് കേട്ടോ. അതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടിയും കൂടെ ഇട്ടാലും കുഴപ്പമില്ല. ഞാനിതിപ്പം നല്ല തേയില മാത്രം ഇട്ട് നല്ല ശരിക്കും കുറുക്കി എടുത്തതാണ് കേട്ടോ. ആ വെള്ളം കുറേശ്ശെയായിട്ട് ഒഴിച്ച് നല്ലപോലെ ആറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ മിക്സ് ചെയ്യാവൂ. കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമ്മൾ ആദ്യമേ കൂടുതൽ ഒഴിക്കല് കേട്ടോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ ഇത് കൂടുതൽ ലൂസായിട്ട് വരും. അപ്പൊ കുറേശ്ശെയായിട്ട് ഒഴിച്ച് നമുക്ക് അതിൻ്റെ ഒരു പരുവമുണ്ട്, ഹെന്ന അപ്ലൈ ചെയ്യാനുള്ള ഒരു പരുവമുണ്ട്. ആ രീതിയിലാക്കി മിക്സ് ചെയ്തെടുക്കണം. കൂടുതലായിട്ട് ലൂസായി പോയാൽ നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ മുടിയെന്നിങ്ങനെ ഒലിച്ച് വീണുകൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് അതിന്റെ കറക്റ്റ് പരുവം കേട്ടോ. കുറച്ചുകൂടെ ഒന്ന് ലൂസായാലും കുഴപ്പമില്ല. അപ്പം എന്താ, ഇത്രയും മതി. ഇതുപോലത്തെ ഒരു രീതിയിൽ വേണം എപ്പോഴും ഹെന്ന പായ്ക്ക് തയ്യാറാക്കിയെടുക്കാൻ. അപ്പൊ ഇത് അന്നേരം തന്നെ അപ്ലൈ ചെയ്യാം എന്നാണ് അവരെന്നോട് പറഞ്ഞിരിക്കുന്നത് ഞാൻ വാങ്ങിയപ്പോൾ. പക്ഷെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുണ്ട്, കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. നല്ലപോലെ കളർ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ ഒരു ദിവസം കൂടെ കൂടുതലായിട്ട് വെച്ചാൽ ഒന്നുകൂടി നല്ലതാണ്. അപ്പൊ ഇന്ന് ഇത് മിക്സ് ചെയ്ത് വെച്ച് നാളെ നിങ്ങൾ മുടിയിൽ അപ്ലൈ ചെയ്യുക. അപ്പം കഴിവതും രാത്രിയിൽ തലയിൽ ഇത് തേക്കാതിരിക്കുക. കാര്യം ചിലർക്ക് തലനീരിറക്കമൊക്കെ ഉള്ളവർക്ക് അത് ജലദോഷമൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇത് രാത്രി തേക്കാതെ പകൽ സമയത്ത് നിങ്ങൾ തലയിൽ തേച്ച് കുളിക്കാൻ നോക്കുക. തേച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയായാലും ഒരു 2 മണിക്കൂർ നിങ്ങൾ മുടിയിൽ അതുപോലെ തന്നെ വെച്ചേക്കണം. എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ. 2 മണിക്കൂറും കൊണ്ട് ഇത് ഉണങ്ങിയില്ലെന്ന് വരി കുറച്ച് നേരം കൊണ്ട് വെച്ചാൽ കൂടുതൽ കളർ കിട്ടും കേട്ടോ. ഈ രീതിയിലാണ് ഹെന്ന പായ്ക്ക് തലയിൽ അപ്ലൈ ചെയ്യുന്നത്. അതിനുശേഷം മുടി വാഷ് ചെയ്യുമ്പോൾ ഒരു കാരണവശാലും ഷാമ്പു ഉപയോഗിക്കല് കേട്ടോ. ഷാമ്പു ഇട്ടാൽ നമ്മളത് തേക്കുന്നതിൻ്റെ അത്ര എഫക്റ്റ് അങ്ങോട്ട് കിട്ടത്തില്ല. സാധാരണ വെള്ളത്തിൽ നല്ല രീതിയിൽ തന്നെ മുടി ഒലച്ച് കഴുകിക്കളയുക, അത്രയേ ഉള്ളൂ. ഷാമ്പു ഇട്ടാൽ ഫലം കിട്ടത്തില്ല, അത് വീണ്ടും നിങ്ങൾ ഓർക്കുക. പിന്നെ ഞാൻ നീലാമ്പരി ചെയ്യാറുള്ളത് 2 ദിവസം കൂടെ കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഇതിങ്ങനെ മുടിയൊക്കെ ഒന്ന് ചുമന്ന കളർ വരുമല്ലോ, ഒരു മൈലാഞ്ചിയുടെ ആ കളർ മുടി വന്നതിന് ശേഷമാണ് നീലാമ്പരി ചെയ്യാറുള്ളത്. അപ്പൊ ഇതിപ്പം ഈ രീതിയിൽ നിങ്ങൾ മിക്സ് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും. മുടിയുടെ ആ നരച്ച ഭാഗമൊക്കെ ഒരു കളർ വ്യത്യാസം വരും, മൈലാഞ്ചിയുടെ ആ കളർ വരും. അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്ന് വരിയിൽ എൻ്റെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.